ആണ്ടവരുടെ നാമം മയപ്പെടുമാറാട്ടെ. ആണ്ടവർ നമുക്ക് ഒരു കർത്ത ദിവസം കൂടെ നൽകിയിരിക്കുക. ആണ്ടവരെ നമുക്ക് സ്തുതിക്കാം, അവനെ വന്ദിക്കാം. ആണ്ടവരുടെ കൃപ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും എപ്പോഴും കിടക്കുമാറാകട്ടെ. ഇന്ന് ഫിലിപ്പി ലേഖനം 1:16-17 വാക്യം താൻ വാസിക്കാൻ ഞാൻ വിചാരിക്കുന്നത്. ഇത് എപ്പിസോഡ് 98. ഇത് എപ്പിസോഡ് 98 താൻ. ഇതിൽ നമ്മൾ ഫിലിപ്പി ലേഖനം 1:16-17 വാക്യം നമ്മൾ വാസിക്കുമ്പോൾ നമുക്ക് പിടിയും എന്നെ ആണ്ടോട് നമ്മളോട് പേശുവാൻ തക്കോണം ആഗ്രഹിക്കുന്നത്. നമ്മൾ കേട്ട 16 നമുക്ക് ഒന്നുകൂടെ വാസിച്ചിടാം. 16 നമ്മൾ നേരത്തെ നമ്മൾ വിസാരിച്ചാച്ചേ, അത് നമ്മൾ പിന്നെയും കണ്ടിന്യൂ பண்ணுவோം. അവൻ സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. അവർ சொல்லுது സഹോദരന്മാർ ഈ കർത്താവിൽ ബലപ്പെട്ട് അവർ ചെയ്യുന്ന കാര്യം എന്നതാണ്. അവർ സുവിശേഷത്തിൻ്റെ നമ്മൾ 2 കൂട്ടം ആൾക്കാരെ നമ്മൾ അങ്ങ് പാട്ടാച്ചേ. ഒന്ന് പിണക്കം അല്ലെങ്കിൽ അസൂയ അല്ലെങ്കിൽ ജലസിയോട് കൂടെ അവർ സുവിശേഷം പറയുക. എന്തിന്? അതുമൂലം അപ്പോസ്തലനായ പൗലോസിന് ജാസ്തി പ്രോബ്ലം കിടക്കണം, അല്ലെങ്കിൽ അവനെ കൂടുതൽ ദണ്ഡിപ്പിക്കണം, അല്ലെങ്കിൽ അവനെ കൂടുതൽ ശിക്ഷ കൊടുക്കണം. അന്നേരം കാണാം ഇവർ ഇത് ചെയ്യുമ്പോൾ, നീ കാരണം താൻ ഇത് ചെയ്തെന്ന് சொல்லி അപ്പോസ്തലനായ പൗലോസിന് ரொம்ப കഠിന ടൈം കൊടുക്കാൻ വേണ്ടിത്താൻ അവർ ചെയ്തത്. അതായത് അവരെ സുവിശേഷത്തിന്റെ ഘോഷണത്തിന് വേണ്ടിയല്ല. അവരുടെ പർപ്പസ് എന്നാ சொல்லி എന്ന് പറഞ്ഞാൽ അവരുടെ പർപ്പസ് മറ്റുള്ള കൂട്ടു സഹോദരന്മാർക്ക് എങ്ങനെ പ്രോബ്ലം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും, അതുതാണ് അവരുടെ നോട്ടം. അവരുടെ നോട്ടം വേറെ ഒന്നുമല്ല. അവരുടെ നോട്ടം അതുതാണ്. കാരണം അതാണ് അപ്പോസ്തലനായ പൗലോസ് ഉള്ളത്. എന്നാൽ ചിലർ നല്ല നമ്മൾ വാസിക്കുന്നത് 15 വാക്യത്തിൽ നമ്മൾ വാസിക്കുന്നത് ചിലരോ മനസ്സോട് തന്നെ, നല്ല മനസ്സോട്, അല്ലെങ്കിൽ നല്ല സന്തോഷം, അത് ആണ്ടവർക്ക് വേണ്ടി ചെയ്യുന്ന വേല എന്ന് നനച്ച് അവർ ரொம்ப സന്തോഷത്തോടെ ചെയ്യുക. അന്നേരം 2 കൂട്ടരെ നമ്മൾ പാസ് ചെയ്ത് നമുക്ക് ഇന്നത്തെ ലോകത്തിലും നമുക്ക് ഈ 2 കൂട്ടം ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് പിണക്കവും കുശുമ്പും കൊണ്ട് സുവിശേഷ വേലയെ കാണുന്ന പറ്റും. ചിലർ എന്നാ ചെയ്യുന്നത്? അവർ നല്ല മനസ്സോട് ചെയ്യും. അവർ ചെയ്യുമ്പോൾ നല്ല മനസ്സോട് ചെയ്യുന്നവർ അവർ ആണ്ടവർക്ക് ചിത്തമനുസരിച്ചാണ് ചെയ്യും. എപ്പടി വചനം എപ്പടി சொல்லுது அப்படித்தான் അവർ ചെയ്യും. ഇപ്പം നമുക്ക് പിടിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ തിരിയണം? അവരുമായിട്ട് നമ്മൾ കോണ്ടാക്ട് പണിയാൽ നമുക്ക് തിരിയും അവരെ ഏത് രീതിയിൽ താൻ അവർ സുവിശേഷ വേല പണുന്നതെന്ന് നമുക്ക് തിരിയും. എന്നാൽ നമ്മളിനി നമ്മൾ 15 വാക്യം നമ്മൾ മുടിച്ചാച്ച് 16 വാക്യത്തിൽ അവർ സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. ഇങ്ങനെ சொல்லுது, ഈ നല്ല മനസ്സുള്ളവർ എന്നാ ചെയ്യുക? അവർ ആണ്ടവർക്ക് വേണ്ടി അവർ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. അവർ ചെയ്യുന്നത് ആണ്ടവരോട് ചെയ്യുന്നു. അത് മാത്രമല്ല, പൗലോസിനും സന്തോഷം വരുവാൻ തക്കോണം, അല്ലെങ്കിൽ പൗലോസിന്റെ ഹൃദയം തണുക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന വേലതാൻ നമ്മൾ ഇങ്ങനെ വാസിക്കുന്നത്. ഇംഗ്ലീഷിൽ the one preach Christ in contention and sincerely supporting to aid affliction to my bones. ഈ നല്ല മനസ്സോടെ അവർ നല്ല മനസ്സോടെ ചെയ്യുന്നവർ അവർ എൻ്റെ പ്രയാസം അല്ലെങ്കിൽ എൻ്റെ കെട്ട് അത് അവർക്കും അത് തോന്നി അവർ ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ അവർ വേല ചെയ്യുന്നു. നമ്മൾ വിസാരിച്ച് പാക്കുക. നമ്മൾ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ ദൈവത്തിൻ്റെ വേല, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആരാധനയിൽ പങ്കുകൊള്ളുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചർച്ചിൽ പോകുന്ന ഏത് മനസ്ഥിതിയിലാണ് നമ്മൾ പോകുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ ചിത്തത്തിന് വേണ്ടിയാണോ പോകുന്നത്, അല്ലെങ്കിൽ അതുമൂലം ദൈവമക്കൾക്ക് പ്രയാസം വരണം എന്ന ചിത്തത്തിലാണോ നിങ്ങൾ പോകുന്നത്? അത് നിങ്ങൾ വിസാരിക്കും. അത് എനിക്ക് ഒന്നുമേ
சொல்ல முடியாது. ഞാൻ ഈ രണ്ട് കൂട്ടം ആൾക്കാരെ ഞാൻ പാത്താച്ചേ, എനിക്ക് അതുകൊണ്ട് എനിക്കതിന് പക്ഷേ ഞാൻ ആരുടെയും പേര് ഞാൻ சொல்லுകയില്ല. എന്ന് ചൊല്ലിയാൽ ഇഞ്ച് നമ്മൾ പാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വേല അത് ആണ്ടോക്ക് ചിത്തമായിരിക്കണം. അതുമൂലം ആണ്ടോയുടെ നാമം മഹിമപ്പെടണം, അല്ലെങ്കിൽ മഹിഴ്ചയായിരണം. അതുതാൻ വാഞ്ചയായിട്ട് നമ്മൾ ആണ്ടോരുടെ വേല പണണം. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യമായാലും ആണ്ടോക്ക് ചിത്തം, അല്ലെങ്കിൽ ആണ്ടോയുടെ നാമം മഹിഴ്ത്തപ്പെടണം, അല്ലെങ്കിൽ പുകഴ്ത്തപ്പെടണം എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് നമുക്ക് എന്നാ ഗുണം? നമുക്കും സമാധാനം கிடைக்கும். അത് മറ്റുമല്ല, നമുക്ക് സന്തോഷം கிடைക്കും. അത് മാത്രമല്ല, അതുമൂലം ദൈവത്തിൻ്റെ മക്കൾ കൂടുതലായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് പ്രതിഫലം നമുക്ക് വളരെ അധികം கிடைக்கும். എപ്പടിന്ന് ചൊല്ലിയാൽ നമ്മൾ നേരത്തെ ഞാൻ ചൊല്ലിയാച്ചേ, നമ്മൾ ആണ്ടവരുടെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് എന്ന് നമ്മൾ ചൊല്ലുന്ന, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ വിശുദ്ധന്മാർ നിൽക്കേണ്ടി വരും. അത് വിശുദ്ധന്മാർ എന്ന് ചൊല്ലിയാൽ ആണ്ടവരായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവർ നിൽക്കേണ്ടി വരും. അന്നേരം ആണ്ടവർ നമ്മൾ ചെയ്ത് ഇരട്ടി ചെയ്താലും, അല്ലെങ്കിൽ നമ്മൾ വെളിച്ചത്തിൽ ചെയ്താലും എല്ലാമേ വെളിച്ചത്തിൽ വരും. അതായത് എല്ലാ കാര്യമേ അവൻ്റെ മുമ്പിൽ നമുക്ക് വെളിപ്പെടും. അന്നേരം അവൻ താൻ ന്യായം പണ്ണുന്നവൻ. അവൻ ന്യായം പണ്ണുമ്പോൾ അവൻ എന്നെ അവൻ ചെയ്തതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏത് രീതിയിലാണ് ആണ്ടവർക്ക് വേല ചെയ്തത്. അതായത് അത് ആണ്ടവർ, അത് ഞാനല്ല അത് ചൊല്ലേണ്ടത്. ആരാണ് ചൊല്ലുന്നത്? ആണ്ടവർ തന്നെ. ആണ്ടവരെ നീ കബളിപ്പിക്കാൻ മുടിയാതെ, അല്ലെങ്കിൽ ആണ്ടവരെ കളിപ്പിക്കാൻ മുടിയാതെ, അല്ലെങ്കിൽ ആണ്ടവർക്ക് നമുക്ക് ആണ്ടവർക്ക് തോന്നും ഞാൻ പെരിയ വേല പണ്ണുക, അത് ആണ്ടവർക്ക് ചിത്തം താ, ഞാൻ ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ തന്നെ പണ്ണുക. പക്ഷേ നിന്റെ മനസ്സെപ്പടിയിരിക്കെ അത് ആർക്ക് തിരിയും? ആണ്ടവർക്ക് തിരിയും. കാരണം ആണ്ടവർ ഇതെല്ലാമേ ആണ്ടവരുടെ സിംഹാസനത്തിന് മുമ്പിൽ നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ ഇതെല്ലാമേ പാത്തിരും. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം കൂടെ ചൊല്ലിട്ട് എന്നെ ചൊല്ലുമെന്ന് പറഞ്ഞാൽ, കാരണം നമ്മൾ വാസിക്കുന്നുണ്ട്, നമ്മൾ സഹോദരന്മാരെ എന്നെ പണ്ണാതെ ന്യായം വിധിക്കാതെ നമ്മൾ അവരോട് ന്യായം വിധിക്കുക. കാരണം ആണ്ടവർ ഒരേ ഒരാൾ താൻ ന്യായം വിധിക്കാൻ തകപ്പനായ ആണ്ടവർ വെച്ചിരിക്കുന്നത്. അതാര് താൻ? അത് ആണ്ടവരായ യേശുക്രിസ്തു താൻ. വേറെ ആരുമേ തകപ്പനായ ആണ്ടവർ വെച്ചിട്ടേ ഇല്ല. അന്നേരം ആണ്ടവർ, അന്നേരം അവൻ സിംഹാസനത്തിന് മുമ്പിൽ വരുമ്പോൾ നമ്മൾ എന്നാ ചൊല്ലുന്നത്? എല്ലാവരും അവൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അത് റോമാലേഖനത്തിൽ നമ്മൾ വാസിക്കുന്ന, ആര് മരിച്ചവരും ജീവിക്കുന്നവരും അവൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. അത് നമുക്കൊരു കാര്യം നമ്മൾ വിചാരിക്കണം. നമ്മൾ കോടതിയിൽ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സിംഹാസനം അവൻ ന്യായാധിപൻ്റെ മുമ്പിൽ നമ്മൾ അവരുടെ മുമ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്നാ എൻ്റെ അർത്ഥം എന്നാ തിരിയുമോ? അതിൻ്റെ അർത്ഥം എന്തോന്ന് പിടിയുമോ? അതായത് ഞാൻ ഒരു കോർട്ടിൽ പോയി ഒരു ന്യായാധിപൻ്റെ മുമ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാകും? ഞാൻ ഒരു കുറ്റക്കാരൻ താൻ. ഞാൻ കുറ്റക്കാരൻ, അത് പിടി കുറ്റക്കാരനോ ചിന്ന കുറ്റക്കാരനോ എന്നുള്ള കാര്യം അങ്ങ് മാറ്റമില്ല. നീ ഒരു കുറ്റം പണിയാലും, നീ 10 കുറ്റം പണിയാലും, 100 കുറ്റം പണിയാലും, നിനക്ക് രണ്ടുപേർക്കും ഒരേപോലെ ആണ്ടവരുടെ മുന്നിൽ നിൽക്കേണ്ടി വരും. ശിക്ഷ വേറെ കാര്യം, അത് വേറെ കാര്യം. അത് നമുക്ക് നമ്മൾ വാസിക്കുന്നത് അങ്ങനെ നമ്മൾ വാസിക്കുന്നത് നമുക്ക് പ്രതിഫലം கிடைക്കും. നമുക്ക് നമ്മൾ ആണ്ടവരുടെ മുമ്പിൽ പോകുമ്പം ആണ്ടവർ നമ്മളോട് ചോദിക്കും, നീ എത്ര മക്കളെ നീ എനിക്ക് വേണ്ടി കൊണ്ടുവന്നാച്ചേ, നീ എത്ര പേരെ നീ ചെയ്താച്ചേ, നീ എന്നാ പണിയാച്ചേ, നീ എപ്പടി മറ്റുള്ളവരോട് നീ സുവിശേഷം പണിയാച്ചേ, അത് മാത്രമല്ല നീ എത്ര പേർക്ക് വേണ്ടി ജീവിച്ചാച്ചേ, നീ എത്ര പേർക്ക് വേണ്ടി നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ നീ മറ്റുള്ളവരെ എത്ര പേർക്ക് നീ സഹായം പണിയാച്ചേ, എല്ലാമേ ആണ്ടവർ നിന്നോട് ആണ്ടവർ കേൾപ്പേണ്ട കാര്യമേ ഇല്ല. എന്നതിനെ எல்லாமே நமக்கு மும்பிலே காணும். அல்லங்க இங்கே டிவி வச்சேക്കുന്ന പോലെ பெரிய ஸ்க்ரீன் வச்சேക്കുന്ന പോലെ അതിൽ எல்லாமே നീ ജനിച്ച നാൾ മുതൽ മരിച്ച വരെ എല്ലാ കാര്യമേ അതിൽ കാണും.
അങ്ങ് കാണുമ്പോൾ എന്നെ പറ്റും, നിനക്ക് എന്തെങ്കിലും പറ്റും. അതായത് നീ ചിന്തിക്കുന്ന ചിന്തയും അങ്ങ് കാണും. അതായത് നീ മനസ്സിൽ എന്തോ നീ ഏത് രീതിയിലാണ് നീ പണുന്നത് അതെല്ലാമേ അങ്ങ് കാണുമ്പോൾ നിനക്ക് എന്തെങ്കിലും ചൊല്ലാൻ പറ്റുമോ? എന്തോ ചൊല്ലാൻ പറ്റും? നിനക്കൊന്നും ചൊല്ലാൻ മുടിയാതെ. അന്നേരം അതുകൊണ്ട് താൻ ആണ്ടോട് ചൊല്ലും, നീയും കുറ്റവാളി അവനും കുറ്റവാളി, നീയും എൻ്റെ മുമ്പിൽ നിൽക്കുക അവനും എൻ്റെ മുമ്പിൽ നിൽക്കുക. നീ അവനെ എപ്പോഴും നിനക്ക് വിധിക്കാൻ പറ്റും? നിനക്ക് വിധിക്കാൻ മുടിയാതെ. എന്തുകൊണ്ട് വിധിക്കാൻ മുടിയാതെ? നീയും ആണ്ടോടെ മുമ്പിൽ നീയും ഒരു കുറ്റവാളിയെ പോലെ, അല്ലെങ്കിൽ നീ അവൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. അതേപോലെ കുറ്റം പണിയവനും സിംഹാസനം മുമ്പിൽ ഇരിക്കുകയാണ്. അതായത് നീ ചൊല്ലുവാ ഞാൻ കമ്മി താൻ കുറ്റം പണിത ഇവൻ ജാസ്തി പണിയ എന്ന് പറഞ്ഞ് നിനക്ക് ചൊല്ലാൻ പറ്റുമോ? കുറ്റവാളിയെല്ലാം കുറ്റവാളി താൻ. ശിക്ഷ അത് വേറെ താൻ. നമ്മുടെ ആണ്ടോരായ യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ നമുക്ക് ശിക്ഷയല്ല കിടക്കുന്നത്, നമുക്ക് റിവാർഡാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ പുകഴ്ച. എന്നാ കിടക്കുന്നത്? പുകഴ്ച. അല്ലെങ്കിൽ നമുക്ക് ആണ്ടോട് നമ്മളോട് നീ ചെയ്ത പണി നല്ലതെന്ന് ചൊല്ലി നിന്നെ പുകഴ്ത്തും. അത് താൻ വചനത്തിൽ നമ്മൾ വാസിക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന വേല എപ്പടി ഉണ്ടെന്ന് നമ്മൾ വിസാരിച്ച് പാക്കുക. അന്നേരം ഇங்கே പൗലോസ് എന്നാ ചൊല്ലുതെന്ന് നമുക്ക് 16-ാം വാക്യത്തിൽ നമുക്ക് തിരികെ, എന്നാ നീ വിവാഹത്തിനായിട്ട് ഇവിടെ കിടക്കുന്ന എന്നെ എന്നറിഞ്ഞിട്ട് എന്നെ സ്നേഹത്താൽ ചെയ്യുന്നു. പൗലോസ് എന്നാ ചൊല്ലുന്നത്? നിങ്ങൾ ചെയ്യുന്ന വേല എനിക്ക് പ്രയോജനമായിരിക്കും. അതായത് എനിക്ക് അതുകൊണ്ട് അതായത് ഞാൻ മൂലം ജനിപ്പിച്ച മക്കൾ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ സുവിശേഷമാണ് ഈ അറിയിച്ച് ഞാൻ മൂലം ജനിപ്പിച്ച മക്കൾ. എന്നാൽ നീ ആരുടെ മക്കളാണ്? ആണ്ടോടെ മക്കൾ താൻ. നീ ആണ്ടോടെ മക്കളായിട്ട് നിങ്ങൾ നല്ല വേല ചെയ്യുമ്പോൾ അതായത് നിങ്ങൾ വിസാരിച്ച് പാക്ക നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ മക്കൾ നല്ല വേല പണുവാണെങ്കിൽ ആർക്ക് താൻ സന്തോഷം? അപ്പനും അമ്മയ്ക്ക് താൻ സന്തോഷം, അല്ലയാ? അയ്യോ എൻ്റെ മകൻ നീ പാത്ത് അവർ എത്ര നല്ല വേല പണോ, അവന് എത്ര നല്ല ജോലി കിടച്ചാച്ചേ എന്നെല്ലാം ചൊല്ലും, അല്ലയാ? അതേപോലെ തന്നെ ഇങ്ങ പൗലോസ് ചൊല്ലുന്നത്, ഞാൻ മുഖാന്തരം രക്ഷിക്കപ്പെട്ട ഇവരെന്നാ പണുവാ? നല്ല വേല ചെയ്യുക. അതുകൊണ്ട് എൻ്റെ ഹൃദയം തണുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് അത് സന്തോഷം വന്നിരിക്കുന്നത്. പൗലോസിൻ്റെ ചിന്ത നമ്മളൊന്ന് പാത്ത് നോക്കിക്കേ. അവൻ്റെ ചിന്ത എന്തുതാൻ? അവനാൽ ജനിപ്പിച്ച മക്കൾ എപ്പടി ജനിപ്പിച്ച? ആണ്ടവരായ യേശുക്രിസ്തു മുഖാന്തരം. അവനാൽ യേശുക്രിസ്തു മുഖാന്തരം ജനിപ്പിച്ച മക്കൾ, അതായത് യേശുക്രിസ്തുവിൻ്റെ മക്കൾ താൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ താൻ. ആ ദൈവത്തിൻ്റെ മക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എത്ര പ്രയോജനമായിരിക്കും എന്ന് നമ്മൾ കേട്ട് പാക്കുക. மக்கள்னு എൻ്റെ സമയം എൻ്റെ മുടിഞ്ഞാച്ച് ഞാൻ സ്റ്റോപ്പ് പണിടുക. നമ്മൾ വിസാരിക്കണം, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ആണ്ടോർ പാക്കത്. അതുമൂലം അത് മാത്രമല്ല നമുക്ക് രക്ഷ നൽകിയ, അല്ലെങ്കിൽ നമ്മളോട് സുവിശേഷം പറഞ്ഞ് നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ഹൃദയം തണുക്കും. അതായത് നിങ്ങൾ ബലപ്പെട്ട് വരുന്നത് കാണുമ്പോൾ അവരുടെ ഹൃദയം തണുക്കും. അത് സെയിം ടൈം നമ്മുടെ ജീവിതത്തിലും. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ പുകഴ്ത്താം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ചിത്തമനുസരിച്ച് ചെയ്യും, വചനാടിസ്ഥാനം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ വചനത്തെ നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാതെ, നിങ്ങൾ വചനത്തിൽ ചൊല്ലുന്നത്, നീ വചനത്തിൽ ഒരു വാക്ക് കൂട്ടുകയോ കുറച്ചാൽ അതിനെ പണിഷ്മെൻറ്റിലേക്ക്, അതിനെ നമുക്ക് ദൈവമക്കൾക്ക് പണിഷ്മെൻറ്റിലേക്ക്. നമ്മൾ പഴയ നിയമത്തിൽ വാസിക്കുന്ന അവർക്ക് അവർ മരണത്തിന് യോഗ്യരെന്ന് ചൊല്ലുന്നത്. നമുക്ക് മരണത്തിന് യോഗ്യരല്ല. നമ്മൾ എന്നാ ചൊല്ലുന്നത്? നമ്മൾ അതിനെ നമുക്കും ശിക്ഷാവിധി തരും. അതുകൊണ്ട് നമ്മൾ പാക്കുക. ആണ്ടോട് നാം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടോട് നമുക്ക് നല്ല തന്ന ദോസ്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. എൻ്റെ നമ്പർ 9791843308 97184184 അത് എന്താ എൻ്റെ നമ്പർ താൻ. നിങ്ങൾക്ക് എന്നെ പേശണമെന്നുണ്ടെങ്കിൽ എന്നെ കൂപ്പിടാം. എന്നെ കൂപ്പിട്ട് പേച്ചെടുത്ത് ആണ്ടോട് നാം അതുപോലെ നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹങ്ങൾ, ആണ്ടോടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ആണ്ടോട് നാമമായി പാടാട്ടെ. ആമീൻ.